ഗാസയിൽ വെടിനിർത്തലിനായി ലോകം മുറവിളി കൂട്ടുന്നു. അതിനിടയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നും വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേലിനും ഹമാസിനും ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ധാരണയുണ്ട്. വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകും, ട്രംപ് സോഷ്യലിലൂടെ അറിയിച്ചു. അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ് പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ട്രംപിൻ്റെ 21 പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ നിർദ്ദേശങ്ങൾ മധ്യസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ലെന്നാണ് ഹമാസ് പറയുന്നത്. സെപ്റ്റംബർ 9 ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയ ശേഷം ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു. പോസിറ്റീവായും ഉത്തരവാദിത്തത്തോടെയും മധ്യസ്ഥർ വഴി തങ്ങൾക്ക് നൽകുന്ന ഏതൊരു നിർദ്ദേശവും പരിശോധിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണമെന്നും ഹമാസ് വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്കിടെ ഈ പദ്ധതിയെക്കുറിച്ച് ഏതാനും അറബ് മുസ്ലിം രാജ്യങ്ങളുമായി US സംസാരിച്ചു. വെള്ളിയാഴ്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. നെതന്യാഹു ഉൾപ്പെടെ എല്ലാവരെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ അധികൃതരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആഴ്ച ആദ്യം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ചാണ് ഏതാനും അറബ് മുസ്ലിം രാജ്യങ്ങളുമായി US 21 പോയിന്റ് രേഖ പങ്കിട്ടത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നത് മുതൽ ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഇതിലുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ USന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ഇസ്രായേൽ വളരെക്കാലമായി ആവശ്യപ്പെടുന്ന ഹമാസിന്റെ നിരായുധീകരണം പോലെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ആയുധം കൈവെടിയണമെന്ന പലസ്തീൻ പ്രസിഡന്റ് മെഹമ്മൂദ് അബ്ബാസിന്റെ ആഹ്വാനം ഹമാസ് തള്ളി. പോരാട്ടം ഫലസ്തീൻ ജനതയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഹമാസ് പറഞ്ഞു. ഹമാസ് മഹ്മൂദ് അബ്ബാസിനെ വിമർശിക്കുകയും ചെയ്തു. ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തെ ഹനിക്കുന്നതാണ് മഹ്മൂദ് അബ്ബാസിന്റെ നിലപാടെന്നും ഹമാസ് ആരോപിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള സന്ദർശിച്ചു. UN പൊതുസഭയ്ക്കിടെയാണ് സന്ദർശനം. ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. UN പൊതുസഭയ്ക്കിടെ ന്യൂയോർക്കിൽ വെച്ചാണ് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയത്. ഫലസ്തീൻ ഇസ്രായേൽ ജനതയ്ക്ക് സ്വീകാര്യമാകുന്ന വിധം ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുല നടപ്പിലാക്കാൻ തയ്യാറാകണമെന്ന് UAE നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.